കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് 18 അഭിമുഖത്തിൽ മാധവ് സുരേഷും സിനിമയുടെ അണിയറ പ്രവർത്തകരും അശ്വന്ത് കോക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിച്ചത്. ചില കാര്യങ്ങളല്ല, അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാതെ ഇരിക്കുമെന്നുള്ള പരാമർശം. ഈ ഒരു വീഡിയോ നിങ്ങൾ വ്യക്തമായിട്ട് കാണണം കേട്ടോ. എങ്ങനെയാണ് പറഞ്ഞ കാര്യങ്ങൾ ഇവരെ കൊണ്ട് മാറ്റി പറയാൻ പറ്റുന്നത്, എങ്ങനെയാണ് മെഴുകാൻ പറ്റുന്നത്? ഇതാരും ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടൊരു വീഡിയോ ആയിട്ടൊരു സാധനമല്ല. ഇവർ തന്നെ പ്രസ് മീറ്റ് വിളിച്ചു വരുത്തി പറയുകയും അതിനുശേഷം ന്യൂസ് 18 ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു അഭിമുഖത്തിൽ പോയിരുന്ന് പറയുന്ന ഒരു കാര്യമാണ്. കോക്കിന്റെ സൈഡിൽ നിന്നും നല്ല രീതിക്കുള്ള റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. ആ റിപ്ലൈ തെളിയിക്കാൻ പാകത്തിലുള്ള യാതൊരുവിധ പ്രൂഫും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മെയിൻലി മാധവ് സുരേഷ് ഇതുമായിട്ട് ബന്ധമില്ല എന്നാൽ ഇതിനകത്തേക്ക് പിടിച്ചിട്ട ഒരാളാണ് മാധവ് സുരേഷ്. അവനല്ല വ്യക്തമായിട്ട് ഈ പൈസ മേടിച്ചു എന്ന് പറഞ്ഞത്. ഈ സിനിമയ്ക്ക് വേണ്ടി 4 കോടി രൂപ മുടക്കിയിട്ടുള്ള താടിക്കാരൻ പ്രൊഡ്യൂസറാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പണി വന്നപ്പോഴത്തേക്കിന് മാധവ് സുരേഷിന് കിട്ടി. കാരണം എന്താ, സുരേഷ് ഗോപിയുടെ മകനല്ലേ, സ്റ്റാർ വാല്യൂ കൂടുതലല്ലേ, നമുക്കുമില്ലടാ അച്ഛനും അമ്മയും, ഇതെല്ലാം കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കിനും പിന്നെ ഒരു കുത്തലൊരു സൈഡിൽ നിന്നുള്ളത് കൊണ്ടും കറക്റ്റായിട്ട് കറങ്ങി അവർ തന്നെ ഈ സാധനം അടിച്ചിട്ടുണ്ട്. റിവ്യൂവിന് റിവ്യൂവർമാർ പണം വാങ്ങുന്നു, അതിപ്പോൾ അവർ നേരിട്ടല്ല ചില ഇടനിലക്കാർ വഴി എന്നായിരുന്നു മാധവ് സുരേഷിന്റെ മറ്റും ആരോപണം. ഇതിനെതിരെ കണ്ടോ, ഈ വാർത്ത വായിക്കുന്ന വ്യക്തി തന്നെ പറയുന്നുണ്ട് 1 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് ഈ റിവ്യൂ പറയുന്നതെന്ന്. മാധവ് സുരേഷിന്റെയും കൂടെയുള്ള ആൾക്കാരുടെയും ആരോപണമെന്ന്. പേരാർക്ക് വന്ന് മാധവ് സുരേഷിന്. ഈ വീഡിയോ ഞാൻ വ്യക്തമായിട്ട് തന്നെ കാണിച്ചുതരാം. ആ ചെറുക്കൻ അവിടെ ഇരുന്നപ്പോഴെങ്ങാണ്ടാണ് ഈ സാധനം കേൾക്കുന്നത്. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല എന്ന് പറയുമല്ല, അവൻ പറഞ്ഞിട്ടുണ്ട്. ഈ ക്രിറ്റിസിസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുൾപ്പെടെ നമുക്ക് എടുത്തു വെക്കാം. യൂട്യൂബർ അശ്വന്ത് കോക്ക് അതിരൂക്ഷമായ ഭാഷയിൽ ഒരുപക്ഷെ മോശം വാക്കുകൾ ഉപയോഗിച്ചു പോലും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ചർച്ചയാണ്. അണ്ണാ, പിന്നെ മോശം വാക്ക് ഉപയോഗിക്കാതെ ഒരുത്തം പൈസ മേടിച്ചിട്ടില്ല, പൈസ മേടിച്ചു എന്ന് പറയുന്ന ആൾക്കാർക്ക് കാണിക്കാൻ പാകത്തിലുള്ള ഒരു പ്രൂഫും ഇല്ല. ചാക്കി കെട്ടി കൊടുക്കുന്ന CCTV വിഷ്വൽസ് പോലും ഇല്ല. പിന്നെ മേടിച്ചെന്ന് പറയുമ്പോഴത്തേക്കിന് ആർക്കും അവനെ ദേഷ്യം വരാത്തത്? അവൻ വീട്ടിൽ കയറി കൈകാര്യം ചെയ്യാഞ്ഞത് എന്നെ വലിയ ഭാഗ്യം ഒന്ന് കൂട്ടിക്കോ. മാധവ് സുരേഷിന് ആ വിഷയത്തിൽ മറുപടി പറയണം എന്ന് മാധവിന് ആഗ്രഹമുണ്ട്. മാധവ് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. മാധവ് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. യാത്രയിലാണെന്ന് കരുതുന്നു. മാധവ് അശ്വന്ത് കോക്കിന്റെ പ്രതികരണം കേട്ട് കാണും. ഒരുപക്ഷെ അത് അല്പം കടുത്ത പ്രതികരണമാണ്. നമുക്കതൊന്നും നമ്മുടെ ഈ ചാനലിലൂടെ ഒന്നും പുറത്തുവിടാൻ പറ്റില്ല. അത്രത്തോളം നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും പുറത്തുവിടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ, ഈ ന്യൂസ് 18 ആ വീഡിയോയുടെ തുടക്കം നല്ല രീതിയിൽ അവരാധിച്ചു വിടുന്നുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സാധനം എടുത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് കഴിയുന്നത്? കഴിയത്തില്ല. മോശം ഭാഷയിലായിരുന്നു. എന്താണ് മാധവനത് കേട്ടപ്പോൾ തോന്നിയത്? ഞാന് പ്രതികരണം ഞാൻ ഫുൾ വീഡിയോ കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത് പലരും പറഞ്ഞാണ് അറിയുന്നുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞ അത് അഡ്രസ് ചെയ്യാൻ അതൊരുമാതിരി ഇടപാടാ. അങ്ങനൊന്നും പറയാതെ ഹൈപ്പിൽ 96 കണ്ട് ഓടിക്കൊടുക്കുന്ന ഇപ്പൊ 1 മില്യൺ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, നിങ്ങൾക്ക് 2 പേർക്ക് മാത്രമായിട്ട് അശ്വന്ത് കോക്ക് ഇറക്കിയ ഒരു വീഡിയോ ഞാൻ കണ്ടില്ല. ഇവരും പറഞ്ഞ കേട്ടൊരു അറിവ് വെച്ചാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. അതിനകത്ത് യാതൊരുവിധ യാഥാർത്ഥ്യമില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞത് കേട്ടൊരു അറിവ് വെച്ചിട്ട് ഇതുപോലെ അതിനൊരു റിപ്ലൈ കൊടുക്കാനായിട്ട് ഇതുപോലൊരു ചാനലിൽ വന്ന് ഇരിക്കുന്നത് അത്ര യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമാണോ? ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഇവരും പറഞ്ഞ കാര്യങ്ങൾ കേട്ടോണ്ട് ഇതിനൊരു മറുപടി പറയാനായിട്ട് വന്നിരിക്കുന്നത് അല്ല. അപ്പം വീഡിയോ കണ്ടിട്ടുണ്ട്. അതങ്ങ് സമ്മതിക്കുമോനെ. സമ്മതിക്കാതിരിക്കുന്നതിനാ? നമുക്ക് സമ്മതിക്കാതിരിക്കുന്നത് കുറ്റമാണോ? നമ്മളെക്കുറിച്ച് അവൻ 2 തെറി പറഞ്ഞതല്ലേ, അതങ്ങ് കേൾക്കുക. കേട്ടിട്ട് അവന് വല്ലതും പറയാണ്ട് അത് പറയുക. ഞാൻ വീഡിയോ കണ്ട്, അവൻ എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ കണ്ട്, ഞാൻ കേട്ട്, അതിനെനിക്കൊരു തിരിച്ച് അവനോട് പറയാനുണ്ട്. അങ്ങനെ വന്നിരുന്ന് സംസാരിക്കുക. അതല്ലേ അതിൻ്റെ ഒരു ജെനുവിനിറ്റി അവിടെയാ. അല്ലാതെ കണ്ടില്ല കേട്ടില്ല. എൻ്റെ രേണുസുതി പറയുന്ന പോലെ ഞാൻ കാറിനകത്തിരിക്കുമ്പോൾ ഹെഡ്ഫോൺ വെച്ചിട്ട് പാട്ട് കേൾക്കാറേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത് വേറൊരു കാര്യം. അങ്ങനൊന്നും വേണ്ട. അതൊന്നും നമുക്കിവിടെ വേണ്ട. നേരെ പോകും വേണ്ടി അല്ല വന്നത്. ഇഫ് നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം അശ്വന്ത് കോക്കിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്ന് അഡ്രസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്, വിത്ത് ഫാക്ട്സ് ആൻഡ് പ്രൂഫ്. നമ്മൾ ആ പ്രസ് മീറ്റിൽ പോയ സമയത്ത്, അതായത് എന്റെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന്, എന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം, അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ നമ്മളെ വിളിച്ചായിരുന്നു. ഒരാൾ വിളിച്ച് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആള് നെഗറ്റീവ് റിവ്യൂ ഇടൂല, നിങ്ങൾ ആലോചിച്ച് കാര്യം പറയുക. നമ്മൾ വീണ്ടും പറയുക, അശ്വന്ത് കോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത ഒരാളാണ് നമ്മളെ വിളിച്ചത്.
എൻ്റെ മോനെ, ഈ എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ലേ? നിങ്ങൾ പറഞ്ഞത് ഇതേ സോഷ്യൽ മീഡിയയിൽ തന്നെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയോ? പിന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പ്രസ് കോൺഫറൻസിനകത്ത് വന്നിട്ട് സംസാരിക്കാനായിട്ട് കഴിയുന്നത്? അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ? അല്പമെങ്കിലും നാണവമാനം വേണ്ടേ? എന്തുകൊണ്ട് ഇതിന്റെ സംവിധായകം അല്ല പ്രൊഡ്യൂസർ വന്നില്ല? അയാൾ വന്ന് പറയട്ടെ. അയാളാണല്ലോ ഈ പറഞ്ഞ കാര്യം. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾ തന്നെ പറ. അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ അറിവുണ്ട്. അതായത് ഒരു മൂവിക്ക് 1 ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പുള്ളി നെഗറ്റീവ് പറയും, 1 ലക്ഷം രൂപ കൊടുത്താൽ പോസിറ്റീവ് പറയും. ഓക്കെ, ഇത് ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് പിന്നെ എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്തം അട്ടഹാസം, അന്തം നല്ല ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നതെന്ന്. അതായത് അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം, നെഗറ്റീവ് റിവ്യൂ പറയാതിരിക്കുക. പിന്നെ എങ്ങനെയാണ് വന്നിരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല എന്ന് പറയുന്നത്? അല്പമെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ കയ്യിലുണ്ട് ആർക്കെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാക്കുന്ന ഒരു പരിപാടി കൊണ്ട് കാണിക്കരുത്. പറഞ്ഞ കാര്യം ഇതുപോലെ തന്നെ കിടപ്പുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് വേണ്ടേ വന്നിട്ട് സംസാരിക്കാനായിട്ട്? ഇതും ജനങ്ങൾ കാണുക. നമ്മളെന്താ പൊട്ടന്മാരാ? രാഷ്ട്രീയക്കാരിൽ പലരും നമ്മളോട് പൊട്ടത്തരം കാണിച്ചിപ്പോൾ ഇറങ്ങിപ്പോയി. ഇനി നിങ്ങളും കൂടി ഇതുപോലെ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ല, ചെയ്ത കാര്യം ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കൊണ്ട് എത്തിക്കാതെ അയ്യേ, നാണമില്ലാത്ത പരിപാടി. പറഞ്ഞത് പറയണം, പറഞ്ഞിട്ട് വേണം അതിന് ബാക്കി അങ്ങോട്ട് പറയാനായിട്ട്. പറഞ്ഞ കാര്യം തെറ്റിപ്പോയി, അറിയാതെ പറഞ്ഞു പോയി, അങ്ങനെ പറയണം. ക്ഷമ പറയുന്ന അത്ര വലിയ കുറ്റമൊന്നും അല്ലല്ലോ. ക്ഷമ പറയേണ്ടടുത്ത് ക്ഷമ പറയണം, ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടണം. ആരും ഒന്നും ചെയ്യേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ പറഞ്ഞ കാര്യം മാറ്റി പറയാനായിട്ട് നിൽക്കല്. അതെല്ലാവരും കാണുന്ന കാര്യങ്ങളാണ്. ബാക്കി നോക്കാം. ഇതിനുശേഷം നമ്മുടെ ടീമിനുള്ളിൽ ഒരു ഓബ്വിയസ്ലി ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരുമല്ലോ. നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെ വല്ലതും വന്ന റെക്കോർഡ് ചെയ്ത് വെക്കണം, വി നീഡ് ദാറ്റ് ഇസ് പ്രൂഫ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത വേറൊരാൾക്കൊരു കോള് വന്നു. ആ റെക്കോർഡിംഗ് ആയിരുന്നു. നമ്മൾ ഐ തിങ്ക് ന്യൂസ് 18 വഴിയും വേറെ ഏതൊക്കെയോ ചാനൽസ് വഴി പുറത്തോട്ട് പോയിട്ടുണ്ട് ആ ഒരു കോളിൻ്റെത്. ബേസിക്കലി ഇങ്ങനെ ഒരു കോള് വരുന്നെങ്കിൽ അത് ആരാണ്, എവിടുന്നാണ്, എങ്ങനെയാണ്, അതിന്റെ ജെനുവിനിറ്റി ചോദിച്ചിട്ടല്ലേ നിങ്ങൾ വാദപ്രതിവാദം നടത്തേണ്ടത്. ഇപ്പൊ നിങ്ങളൊരു സംവിധായകൻ ഒരാൾ വിളിച്ചിട്ട് ഞാൻ അശ്വന്ത് കോക്കിന്റെ ആളാണ്, എനിക്ക് 1 ലക്ഷം രൂപ നിങ്ങൾ തരുവാണെന്നുണ്ടെങ്കിൽ അശ്വന്ത് കോക്ക് വീഡിയോ നിങ്ങൾക്കെതിരെ ഇടത്തില്ല. പൊട്ടനാടാ ഇത്രയും രൂപ മുടക്കുന്നവൻ? ഈ 4 കോടി രൂപ ഈ പടത്തിന് മുടക്കിയ നിങ്ങൾ പൊട്ടനാണോ? ആണോ പറ, ആണോ? വിവരമില്ലേ, ബോധമില്ലേ? നിങ്ങൾക്ക് അന്നേരം കംപ്ലൈന്റ് കൊടുത്തുകൂടെ അവൻ പറഞ്ഞത് വെച്ചിട്ട്? എന്തുകൊണ്ട് മൂവ് ചെയ്തില്ല? എന്തുകൊണ്ട് ചെയ്തില്ല? ഓടി വന്ന് പ്രസ് മീറ്റ് വിളിച്ച് പറയാനുള്ള കാരണം എന്താ? അതിനകത്ത് ന്യൂസ് 18 ഓടിപ്പോകാനുള്ള കാരണം എന്താ? നിയമപരമായി നേരിടാഞ്ഞത് എന്താണ്? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ആരെങ്കിലും വിളിച്ച് പൈസ ചോദിച്ചു കഴിഞ്ഞാ വേറെ ആരോ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചോദിച്ചെന്ന് പറയുന്നു. എന്തുവാ പടത്തിന് ഹൈപ്പ് കയറാൻ വേണ്ടിയിട്ടാണോ ഇമാതിരി പരിപാടി കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 5 ദിവസമായപ്പോൾ തന്നെ അട്ടഹാസം ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ലൈമാക്സ് ആരോ ചോർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ചെറുക്ക ഓടിന്റെ മേളിൽ നിന്നൊക്കെ ചാടുന്ന വിഷ്വൽസ് ഒക്കെ ഞാൻ കണ്ട്. അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല. പടം എടുത്ത് മാറ്റിയതാ തിയേറ്ററുകാർ, പുതിയ നല്ല സിനിമ വന്നപ്പോൾ. അങ്ങനല്ലേ? അല്ലാതെ ക്ലൈമാക്സ് കൊണ്ട് ഇങ്ങോട്ട് മാറ്റില്ല. സത്യം പറ, 4 കോടി രൂപ വെള്ളത്തിൽ വരച്ച വര പോലെ ആയോ? സാറ്റലൈറ്റ് വല്ലതും കിട്ടിയോ? സാറ്റലൈറ്റിന്റെ എന്തായാലും വീണോ? ആർക്കറിയാം. ബാക്കി കണ്ടുപോകാം. നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒരിടത്തും അശ്വന്ത് കോക്ക് കാശ് വാങ്ങിയെന്നോ നമുക്ക് കൊടുക്കേണ്ടി വന്നെന്നോ അശ്വന്ത് കോക്ക് നേരിട്ട് വിളിച്ചെന്നോ ഐ ഡോണ്ട് തിങ്ക് എനി വൺ. പ്രൊഡ്യൂസറും ഞാനും എന്തായാലും ആ പ്രസ് മീറ്റ് ഫുള്ള് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞുള്ള ന്യൂസ് 18 ഇന്റർവ്യൂ കണ്ടവർക്കും അറിയാം. വി ഹാവൻ സെഡ് ദാറ്റ്. ഓക്കെ, ഇനി എന്റെ കാര്യത്തിലോട്ട് ഞാൻ വരാം. ഞാൻ അവിടെ ഇരുന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് പോലും. എന്റെ അടുത്ത് അതിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു കോൺവെർസേഷനായി വന്നിട്ടില്ല. ചെറുക്കൻ ആദ്യം പറഞ്ഞത് കള്ളത്തരം, ഇപ്പൊ പറഞ്ഞത് സത്യം. എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടെ വന്നതിന് ശേഷമാണ് ഇത് അറിഞ്ഞതെന്നുള്ളത് സത്യസന്ധമായ കാര്യം. ആ ഒരു ക്ലിപ്പ് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ അറിവുണ്ട്. അതായത് ഒരു മൂവിക്ക് 1 ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പുള്ളി നെഗറ്റീവ് പറയും, 1 ലക്ഷം രൂപ കൊടുത്താൽ പോസിറ്റീവ് പറയും. ഓക്കെ, ഇത് ഓക്കെ കണ്ടോ? സുരേഷ് ഗോപിയുടെ മകന്റെ ഒരു ഞെട്ടലൊക്കെ കണ്ടോ? ഒരു എക്സ്പ്രഷൻ വിത്ത് അതിനകത്തൊരു 3 എക്സ്പ്രഷൻ എടുത്ത് സിനിമയ്ക്കകത്ത് ഇട്ടാൽ മതിയായിരുന്നു. ആ സിനിമ ചിലപ്പോൾ വിജയിച്ചു പോയനായിരുന്നില്ലേ? അപ്പം ആദ്യമായിട്ടൊരെണ്ണം കേൾക്കുന്നതിൻ്റെ ഒരു അങ്ങനെ വാവ്, അതൊക്കെ കാണുമ്പോഴത്തേക്കിന് ഇനിയിപ്പോൾ നിനക്ക് അറിയത്തില്ല. എന്തായാലും കിടന്ന് ഉരുളുമല്ലേ, ഉരുളുന്നതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ഉരുണ്ട് പോട്ടെ എന്നുള്ള കാര്യമായിരിക്കും. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാധവ് സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവൻ പൈസ മേടിച്ചു എന്ന് പറഞ്ഞ ഒരാള്. അത് ആ പ്രൊഡ്യൂസർ തന്നെയാണ്.
ആ പ്രൊഡ്യൂസറിന്റെ തലക്കെ ഈ സാധനം ഇരിക്കുന്നത്. ഇവൻ വന്നിട്ട് രണ്ടാമത് ഇതിനകത്തൊരു ന്യൂസ് 18 അടുത്തൊരു ഇന്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ന്യൂസ് 18 എന്തുവാ ഇവനെ ഉപയോഗിച്ച് ഇവന്റെ പേരിലേക്ക് ഈ സാധനം സ്ഥാപിക്കുക. ഇവ ചെറുക്കാൻ മണ്ടനായിട്ടിരുന്നിട്ട് അവർ പറയുന്നതിനൊത്ത് തലയാട്ടി കൊടുക്കുന്നു. ആ വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞില്ലേ മാധവ് സുരേഷിന്റെ ടീം ഇങ്ങനെ പറഞ്ഞെന്നുള്ളത്. അപ്പൊ ഇതിന്റെ പേരിലല്ലേ ആദ്യം വരുന്നത്? നിനക്ക് തലയ്ക്ക് ബോധമില്ലേ ഇറക്കാ? നീ എന്തിനാ വീണ്ടും അതിനകത്ത് എക്സ്പ്രഷൻ കൊടുക്കുന്നത്? ഞാനല്ല പറഞ്ഞത്. എടാ ഇപ്പൊ എന്റെ കൂടെ കാറിനെടുത്ത് ഒരുത്തൻ അവനത് പറഞ്ഞത്, എനിക്ക് അതിനകത്ത് പങ്കില്ല. അപ്പൊ നീ വന്നിട്ട് എന്താ പറയണം? ഞാനല്ല ഈ സാധനം പറഞ്ഞത്, അവനാ പറഞ്ഞത്. അവനോട് നിങ്ങൾ പോയി ചോദിച്ചു, അല്ല അവനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണമായിരുന്നു. അത്രേ ഉള്ളു. അല്ലാതെ വഴിയെ പോകുന്ന വയ്യാവേലെടുത്ത് കോണാത്തി വെക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. വല്ല കാര്യമുണ്ടോ ഇവന്? നോക്കാം. ആ എന്നെയും എന്റെ അച്ഛന്റെ പേര് ചേർത്തുമാണ് എഗൈൻ എടുത്തു പറയുക. അദ്ദേഹം എന്റെ അച്ഛനെയും ചേട്ടനെയും പറ്റി ഒരുപാട് നല്ലത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛനെയും ചേട്ടനെ പറ്റി നല്ലത് പറഞ്ഞിട്ട് നീ എങ്ങനെ കേട്ടോനെ? നീ എങ്ങനെ കേട്ടാ? നീ അല്ലേ പറഞ്ഞത് ഞാൻ ആ വീഡിയോ മൊത്തം കണ്ടില്ല, അവരും പറഞ്ഞത് കേട്ടിട്ടാന്ന്. എങ്ങനെ പിന്നെ നീ കണ്ട്? കള്ളം പറയുന്നോ? കള്ള. അത്യാവശ്യം മോശമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ആ സംസ്കാരത്തിനോട് യോജിക്കുന്നില്ല. പക്ഷെ എനിക്ക് ആകെ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, കോക്കേട്ടാ, അച്ഛനെയും ചേട്ടനെയും പറ്റി മോശമായിട്ട് പറഞ്ഞു. ആര് മോശമായിട്ട് പറഞ്ഞു? നമ്മളും ആ വീഡിയോ കണ്ടതാ. അച്ഛൻ്റെ ഫാനായിരുന്നു. ബെഡാദോസ് ആദ്യം പോയി കണ്ടു. അച്ഛൻ്റെ തിരിച്ചു വരവ്, ടൈഗർ എല്ലാം പറഞ്ഞത് ഗോകുലിനെ ഇഷ്ടമാണ് അങ്ങനൊക്കെ തന്നെ പറഞ്ഞത്. എവിടെ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. ഈ ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ പേര് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ കണ്ടുപിടിച്ച് നിങ്ങളുടെ പേരും കൂടെ സംരക്ഷിക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? അല്ല അതിന് അതെന്ത് മാന്യതയാ? നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് നിങ്ങൾ ശേഖരിക്കണം. മനസ്സിലായാ? നിങ്ങൾ 1 ലക്ഷം രൂപ പുളുങ്കുരുവൊന്നുമല്ല ചുമ്മാ എണ്ണി കൊടുക്കാനായിട്ട്. അങ്ങോട്ട് എണ്ണി കൊടുക്കുമ്പോഴത്തേനത് കറക്റ്റായിട്ട് അവൻ്റെ അടുത്ത് എത്തുന്നുണ്ടോ, ഇത് ആൾ ജനുവിനാണോ എന്ന് തിരക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക്. അല്ലാതെ പൈസ ലവ് മേടിച്ചിട്ട് അവന്റെ പേരിലൊന്നുമില്ല. ഇവിടെ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പേരിലോ എന്തെങ്കിലും സഹായം ചെയ്യാതെ പറഞ്ഞ ആൾക്കാർ പൈസ മേടിക്കുന്നില്ല. അതുപോലെ മുഖ്യമന്ത്രി എന്താ വേണം? ആരുടെ എന്റെ പേര് പൈസ മേടിച്ച ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങുന്നുണ്ടോ പങ്കായമായിട്ട്? കയ്യിൽ നിന്ന് പോയപ്പോ കിടന്ന് ഉരുളുക. അതൊരു പ്രശ്നം മാധവ്. നമുക്കറിയാം അശ്വന്ത് കോക്കിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഈ സിനിമയിൽ റിവ്യൂ ചെയ്യുകയും അത്യാവശ്യം വ്യൂസും ഫോളോവേഴ്സും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ അശ്വന്തിന്റെ പേരിൽ ആരെങ്കിലും ഒക്കെ വിളിക്കാം. നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ഫേക്ക് കാര്യങ്ങളും അറിയാവുന്ന, ഞാനും മാധവനും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പരസ്യമായിട്ടൊരു പക്ഷേ അശ്വന്തിന്റെ പേര് കൂടി ഒരു അഭിമുഖത്തിൽ വരുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടായി കാണും. അയാളെ സംബന്ധിച്ചാണല്ലോ അതങ്ങനെ പ്രചരിച്ചത്. അശ്വന്ത് കോക്ക് പണം വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അത് അയാൾക്ക് വേദന ഉണ്ടായി കാണും. സംശയമില്ലാത്ത കാര്യമാണല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, നമ്മൾ ആ പറഞ്ഞ വീഡിയോ പ്രസ് മീറ്റ് ആണെങ്കിലും ന്യൂസ് 18 ആയിട്ടുള്ള ഇന്റർവ്യൂ ആണെങ്കിലും പ്ലീസ് ഒന്ന് പോയി കണ്ടു നോക്കുക ഫുൾ ആയിട്ട്. അതിന്റെ കോണ്ടന്റ് പതുക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അത് പോയ ആൾക്കാരനായിട്ട് വീഡിയോ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നിരുന്ന് പറയാ പോയി ഒന്നുകൂടെ കണ്ടു നോക്കാനെന്ന്. അപ്പൊ കണ്ടല്ലേ, എന്തിനാ കള്ളങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഈ പരിപാടി? കണ്ടു നോക്കുക. അശ്വന്ത് കോക്കിന്റെ പേര് അദ്ദേഹം നേരിട്ട് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം ക്യാഷ് ഡിമാൻഡ് ചെയ്തു എന്നല്ല നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അനുഭവം, നമ്മുടെ സത്യാവസ്ഥ, ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ടൈം റെക്കോർഡ് ചെയ്ത് വെച്ചത് സെക്കൻഡ് ഇൻസ്റ്റൻസ് അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതേ സമയത്ത് നമ്മുടെ പ്രസ് മീറ്റിന്റെ ടൈമില് മീഡിയയുടെ സൈഡിൽ നിന്നായിരുന്നു വേറൊരു എമൗണ്ട് അശ്വന്ത് കോക്ക് ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നത്. അത് നമ്മൾ ആരും അല്ല, ഞാനും അല്ല, പ്രൊഡ്യൂസറും അല്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും അത്യാവശ്യം തെറിവിളി ഞാൻ വീണ്ടും കേൾക്കേണ്ടി വന്നു. അതായത് അശ്വന്ത് കോക്കിന്റെ ഇതെല്ലാം ഉണ്ടായിട്ടും അത്യാവശ്യം തെറിവിളി വീണ്ടും കേൾക്കേണ്ടി വന്നു എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉണ്ടോ? ഇത് ഉണ്ടാക്കി വെച്ചത് നിങ്ങൾ തന്നെ അല്ലേ? ഒരാൾ മേടിക്കാത്ത പൈസയുടെ പുറത്ത് നിങ്ങൾ ഒരു അലിഗേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾ പിന്നെ തെറി വിളിക്കാതെ പിന്നെ എന്താണ് വന്നുകൊണ്ട് മുല്ലപ്പൂമാല ഇട്ട് തരണമായിരുന്നു. JSK റിവ്യൂ ചെയ്തതിലും അത്യാവശ്യം യു അണ്ടർസ്റ്റാൻഡ് ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ തോന്നുവന്ന കാര്യം. എനിക്ക് അതിൽ അത്ര സിഗ്നിഫിക്കന്റ് ആയ ഒരു ക്യാരക്ടർ പോലും ഇല്ലായിരുന്നു ഈ ഒരു സിനിമയിലും. എന്റെ അത് JSK കഴിഞ്ഞിറങ്ങിയ സിനിമയാണ് കുമ്മാട്ടിക്കളി. അതിലെ അത്യാവശ്യം കളിയാക്കിപ്പെട്ട ട്രോൾ ചെയ്യപ്പെട്ട ഒരു ഡയലോഗ് വെച്ച് ആൾ എന്നെ ഒരുപാട് തരം താത്തുന്ന രീതിയിൽ പറയാറുണ്ട്. അഗൈൻ ഇതൊക്കെ സാധാരണ ഒരു പ്രേക്ഷകന് കണ്ടാൽ മനസ്സിലാവും, ഇത് മനസ്സിലാക്കുന്നുണ്ട്. ശരി. ബട്ട് ഞാൻ ഇപ്പോഴും ഇത് വിളിച്ചത് ഇപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഇനി വേറെ വീഡിയോസിലോ അതിലെ മീഡിയ ക്ലിപ്പിംഗ്സിലോ വല്ലതും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ മാത്രമാണ് ഇവിടെ ഫാക്ട്സ്. അഗൈൻ ഇത് റെക്കോർഡായിട്ട് യൂസ് ചെയ്യാമല്ലോ. ഞാൻ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ വാക്കുകൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പ്രസ് മീറ്റിലും അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ന്യൂസ് 18 അടിച്ചത് അതേ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ശരി. ഇഫ് എനിത്തിങ് എൽസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. ചോദിക്കുക, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശരി ചോദിക്കുക. ശരി. അത് നന്ദി മാധവിന്റെ വിശദീകരണം. നന്ദി. ഇനി നീ അധികം നീട്ടിക്കൊണ്ട് വേണ്ട. വളരെ അധികം നന്ദി.
പറഞ്ഞതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാനെന്ന്. ഞാൻ തന്നെ എൻ്റെ വീഡിയോയ്ക്കകത്ത് അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാറ്റി പറഞ്ഞതും അവൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം കണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് തെറ്റോടുകൂടി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെങ്ങാണ് ഒരു റിപ്ലൈ കറക്റ്റായിട്ട് തന്നു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. ഒരു കാര്യമില്ലാതെ നീ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നീ അതിനകത്ത് തല വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ആ സാധനത്തിനെ ന്യായീകരിക്കാനായിട്ട് വന്നിരിക്കുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത്? കമ്പാരിറ്റീവ്ലി ഈ പറഞ്ഞ ആരോപണങ്ങളും ഈ കള്ളത്തരങ്ങളും എല്ലാം കൂടെ ആരുടെ തലയിൽ വരും? മാധവ് സുരേഷിന്റെ തലയിൽ വരും. എങ്ങോട്ട് പോകും? എന്നിട്ട് നേരെ സുരേഷ് ഗോപിയിലേക്ക് പോകും. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് കള്ളങ്ങൾ ഉണ്ടാക്കി തീർത്തു. കോമൺ സെൻസോടെ ചിന്തിക്കണം മോനെ. നീ ഒരു ഇന്റർവ്യൂവിനകത്ത് കിടന്ന് പറഞ്ഞല്ലോ, മൈ ഫാദർ ഇസ് എ BJP, സോ എനിക്ക് അവിടുന്ന് ഇവിടുന്ന് അതുപോലുള്ള അതിൻ്റെ ഒരു BJPയോട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കുത്തൽ എനിക്കും വരാറുണ്ടെന്ന്. അപ്പം എന്താ വേണം? ആ കുത്തൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നമ്മൾ സൃഷ്ടിക്കരുത്. മനസ്സിലായോ? സൃഷ്ടിക്കാതെ കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കി, നീ പറയാത്ത കാര്യമാണെങ്കിൽ പറഞ്ഞില്ല, എനിക്കറിയാത്ത കാര്യമാണെങ്കിൽ അറിയത്തില്ല, ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകണം. പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഇത് കഴിഞ്ഞാൽ അവൻ വേറെ അടുത്ത പടം എടുക്കാനും അവൻ അവൻ്റെ കാര്യത്തിന് നോക്കും. നിന്നെ സംബന്ധിച്ച് നീ ആക്ടറാ, നിനക്ക് അടുത്ത പടത്തിൽ പോകണം. നീ പല ആൾക്കാരുമായിട്ടും ഈ പറയുന്ന സഹകരിക്കാനുള്ളതാ. അച്ഛൻ ആനപ്പുറത്തിരുന്നെന്നും പറഞ്ഞിട്ട് മോൻ്റെ ചന്തിക്കകത്ത് ഈ സാധനം വരത്തില്ല. മോൻ്റെ ചന്തിക്കകത്ത് വരണമെങ്കിൽ എന്താ വേണം? മോനും അതുപോലെ തന്നെ കഴിവ് വേണം. അപ്പം എന്താ വേണം? കഴിവ് കൂട്ടണം. അല്ലെ മറ്റുള്ളവരുമായിട്ട് ഇനി ബന്ധങ്ങൾ വരുമ്പോഴത്തേന് ഇതൊരു മാറാ രോഗമായിട്ട് വന്ന് തലക്ക് വന്ന് വീഴരുത്. അതൊക്കെ ചിന്തിച്ചിട്ട് വേണം ഇമാര് പരിപാടിക്കൊക്കെ ഇറങ്ങാനായിട്ട്. ശരിയെന്നാ.